കേരളത്തിലെ ഇപ്പോഴത്തെ മഴ സാധ്യതയെയും ന്യൂനമർദ്ദങ്ങളെയും കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം കേട്ടോളൂ. ശരി, സംഭവം എന്താണെന്ന് വെച്ചാല് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് മഴയ്ക്ക് സാധ്യത കൂട്ടുന്നൊരവസ്ഥ. ഇത് കാരണം സംസ്ഥാനത്ത് മഴ ഇങ്ങനെ തുടരുക. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ഈ ന്യൂനമർദ്ദം കാരണം ഇന്ന് സെപ്റ്റംബർ 24-ന് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും മഴ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇങ്ങനെ ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കും. പക്ഷേ തെക്കൻ ജില്ലകളിൽ കുറവായിരിക്കും കേട്ടോ. രണ്ടാമതായി, ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? കോഴിക്കോട്, കണ്ണൂര്, വയനാട്, മലപ്പുറം, അതായത് ഈ വടക്കൻ ജില്ലകളിൽ. അവിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. രാത്രിയാവുമ്പോഴേക്കും ചിലപ്പോൾ മഴയൊന്ന് കുറഞ്ഞേക്കാം. എന്നാലും നാളെ രാവിലെ വീണ്ടും തുടങ്ങാൻ ചാൻസുണ്ട്. ഇനി അവസാനമായിട്ട്, ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിലുള്ള ഈ ന്യൂനമർദ്ദമുണ്ടല്ലോ, അത് ഏകദേശം 27-ാം തീയതിയോടെ കരകയറുമെന്നാണ് കരുതുന്നത്. അതുമാത്രമല്ല, ഒരു 25-ാം തീയതിയോടെ വേറൊരു ന്യൂനമർദ്ദം കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് കേരളത്തിൽ ഈ മാസം അവസാനം വരെ മഴ തുടരാനാണ് സാധ്യത. അതായത് ചുരുക്കത്തിൽ, ബംഗാൾ ഉൾക്കടലിലെ ഈ ന്യൂനമർദ്ദങ്ങൾ കാരണം കേരളത്തിൽ മഴ തുടരും. ഈ മാസം മുഴുവനും മഴ പ്രതീക്ഷിക്കാവുന്നതാണ്.